ഹായ് ഫ്രണ്ട്സ്, സുനൂസ് വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് ചെറിയ ചെടിച്ചട്ടിയിൽ വെച്ചിരിക്കുന്ന റോസാ ചെടിയിൽ പുതിയതായി പൂവുണ്ടായി. അന്നേരമാണ് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം ആലോചിച്ചത്. അപ്പോൾ ഒന്ന് വീഡിയോ എടുത്തേക്കാന്ന് കരുതി. ഇത് വേറൊരു റോസ ചെടിയാണ്. അതിൽ നിറച്ച് പൂവുണ്ടാവും. ഇതും വെറൈറ്റി 3-4 സൈസ് റോസയുണ്ട്. ഇത് വേറൊരു വെറൈറ്റി. ഇത് 2-3 കളറാണ്. റോസും റെഡ് കളറോട് ചേർന്നാണ്. നല്ല 3-4 എണ്ണം മാറ്റി നട്ടിട്ടുണ്ട്. ഇത് തനി റോസ് കളറാണ്. നിറച്ച് പൂവുണ്ടാവും. ഇതിൽ ചെറിയ റോസാപ്പൂവാണ്. ഇത് വേറൊരു ചെടിയാണ്. ഈടിയുടെ സൈഡിൽ ഞാൻ ചെമ്പരത്തി നട്ടിരിക്കുകയാണ്. റോഡിൻ്റെ സൈഡിൽ ഒരു ചെറിയൊരു ഈടിയുണ്ട്. ആ ഈടിയിൽ അത്യാവശ്യം നിറച്ച് ചെമ്പരത്തി നട്ടിട്ടുണ്ട്. അടുപ്പിച്ച് വേറെ വെറൈറ്റി ചെടികളും ഇടയ്ക്ക് നട്ടിട്ടുണ്ട്. നിറച്ച് ചെമ്പരത്തി ചെടി തന്നെയാണ്. ആ സൈഡ് നിറച്ച് ചെമ്പരത്തി, തുളസിയൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ചെമ്പരത്തി കാണാൻ നല്ല രസമാണ്. റോസാ ചെടിയുടെ കൂട്ട് തന്നെ ഇരിക്കും. അതേ ഒരു കാണാൻ എന്നാ ഭംഗിയാണെന്നറിയാം. നല്ല നിറച്ച് പൂവുണ്ടാവും. ആ ചെമ്പരത്തി കാണാൻ നല്ല രസം. അത് ശവനാറി പൂവുണ്ട്. അത് വെള്ളയും ഉണ്ട്, ഈ കളറും ഉണ്ട്. ഇത് റോസാ ചെടിയാണ്. 2-3 കളർ വെറൈറ്റി ചെടി റോസയുണ്ട്. ഇത് പുതുതായിട്ട് അതിൽ പൂവായി വരുന്നതേ ഉള്ളൂ. പുതുതായിട്ട് ഞാൻ വേറെ ഗ്രോ ബാഗിൽ നിന്ന് 3-4 ചെടി നട്ടിട്ടുണ്ട്. അത് ചെറിയ ഗ്രോ ബാഗിലും ചെറിയ കുപ്പികളിലും ഒക്കെ നട്ടു. പിന്നെ ഒരു സൈഡിൽ ചെറുതായിട്ട് പച്ചക്കറി കൃഷിയുണ്ട്. അത് പടവലം നട്ടതാണ്. അത് ചെറുതായിട്ട് പന്തലിട്ട് കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് പച്ചമുളകുണ്ട്. നിറച്ച് പച്ചമുളകുണ്ടായി. ഞാനത് ഈടെ പറിച്ചതാണ്. ഇപ്പം അത് കുറവാണ് പച്ചമുളക്. പിന്നെ ഒരു സൈഡിൽ കുരുമുളക് നട്ടിട്ടുണ്ട്. അത് ചെറിയ കമ്പിയിൽ കുത്തി നിർത്തിയിരിക്കുകയാണ്. അതിൽ ഇപ്പോൾ അത്യാവശ്യം കുറച്ച് കുരുമുളകുണ്ട്. വർഷത്തിൽ അതിലെപ്പോഴും കുരുമുളക് ഉണ്ടാവും. ഈ കുരുമുളക് ചെടി മിക്ക സമയങ്ങളിൽ ഇത് കുരുമുളകുണ്ട്. നിറച്ച് കുരുമുളകുണ്ട്. അത്യാവശ്യം നിറച്ച് കുരുമുളക് ഉണ്ടാവും അതിൽ. ഇത് ആ സൈഡിൽ തന്നെ 3-4 പച്ചമുളകുണ്ട്. ഇതൊരു പച്ചമുളക് ആണ്. അതിൽ 3-4 എണ്ണം ഉണ്ടായിട്ട് നിൽപ്പുണ്ട് പച്ചമുളക്. ഇത് ചീരച്ചേമ്പാണ്. 3-4 മൂട് ചീരച്ചേമ്പുണ്ട്. കാശ് കൊടുത്ത് പച്ചക്കറി മേടിക്കുന്നതിനെക്കാട്ടിൽ ചീരച്ചേമ്പിന് 2-3 നട്ടുപിടിപ്പിക്കാമെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇലക്കറികൾക്ക് ഇത് ബെസ്റ്റാണ്. തോരൻ വെക്കാനും കറി വെക്കാനൊക്കെ. ഇതിൻ്റെ തണ്ടെടുത്ത് തീയിൽ വെക്കാനൊക്കെ നല്ലതാണ്. ഇടയ്ക്ക് ഞങ്ങൾ തീയിലൊക്കെ വെക്കാറുണ്ട്. ഇത് വഴുതന പുതിയതായിട്ട് നട്ടതാണ്. അത് നട്ടതേ ഉള്ളൂ. ഇത് കറുപ്പ് കളറിൽ പച്ചമുളകാണ്. അത് ഞാൻ വിത്ത് മേടിച്ചപ്പോൾ ഒന്ന് കിട്ടിയത് പാകിയതാണ്. ഇത് നിറച്ചുണ്ടായിരുന്നു. അത് പൊടിഞ്ഞു പോയതാണ്. ഇതും കുരുമുളകാണ്. ഇടീസിൻ്റെ സൈഡിൽ നട്ടിരിക്കുകയാണ്. അത് നിറച്ച് പുതുതായിട്ട് തിരികൾ വന്നിട്ടുണ്ട്. ഇത് വർഷത്തിൽ ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. നിറച്ച് കുരുമുളകുണ്ട്. അത്യാവശ്യം നമ്മുടെ വീട്ടാവശ്യത്തിന് എടുക്കാനുള്ള കുരുമുളക് ഇതിൽ നിന്നേക്ക് പറിക്കും. അയ്യത്ത് 3 വാഴയുണ്ട്. അതും കൊലച്ചിട്ടുണ്ട്. അത്യാവശ്യം 3 വാഴയുണ്ട്. എനിക്ക് അതിൽ നിലയെടുക്കാം. 3 ഈ വട്ടം കൊലച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഞാലിപ്പൂവിൻ്റെ വാഴയുണ്ട്. അതും ഒടിഞ്ഞു പോയി. അത് കേടാന്ന് തോന്നുന്നു. പിണ്ടി രോഗമാണെന്ന് തോന്നുന്നു. ഇനി ചീരച്ചേമ്പ് ഉണ്ട്. കുറച്ച് ചീരച്ചേമ്പും കൂടെ ഉണ്ട്. അത് തന്നെ ഒരു വിത്തെടുത്തിട്ടപ്പോൾ അതിൽ നിന്ന് പൊട്ടിക്കിളിച്ചതാണ്. പിന്നെ അത്യാവശ്യം ഈ ചെറിയ ബക്കറ്റിലൊക്കെ ചെടികൾ പച്ചമുളക് നട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ഒരു ചെറിയൊരു ബക്കറ്റിൽ നട്ടിട്ടുണ്ട്. അത് വിളഞ്ഞതാണ്. അതിനിടയ്ക്ക് കൊള്ളയും ഇഞ്ചിയും ഒന്നിച്ചാ നട്ടു. ഇതൊക്കെ പച്ചമുളകാണ്. കോവല ചെറുതായിട്ട് പടത്തി വിട്ടിട്ടുണ്ട്. പടവല പടത്തി വിട്ടിട്ടുണ്ട്. പടവലത്തിന് പൂ ആയി വരുന്നുണ്ട്. വീഡിയോസ് ഇടുവാൻ നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. തുടർന്ന് എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.